കേരള സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്തു എന്നാണല്ലോ പറഞ്ഞിരുന്നത്. എന്നിട്ട് ഞങ്ങളുടെ വേക്കൻസി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരവില്ലായിരുന്നു. എല്ലാവരുടെ വീട്ടിലും ഈ ഒരു ജോലി സ്വപ്നം കണ്ടിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പൊ ഇത് കിട്ടില്ല എന്ന് കാണുമ്പോൾ ഇപ്പൊ 3 വർഷത്തെ കഠിനാധ്വാനാണ് ഞങ്ങളുടെ ഈ ലിസ്റ്റ്. അപ്പൊ അതങ്ങനെ ഇട്ടിട്ട് പോവാൻ ഞങ്ങൾക്ക് പറ്റൂല. നമസ്കാരം. നിയമന കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഇക്കഴിഞ്ഞ ദിവസമാണ് സമരവുമായി രംഗത്ത് വന്നത്. നിരാഹാര സമരമുറയുമായാണ് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ന് 2ാം ദിവസം പിന്നിടുകയാണ്. 30% നിയമനം പോലും നടത്തിയിട്ടില്ല എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ഇക്കഴിഞ്ഞ ദിവസവും മറുനാടൻ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ന് 2ാമത്തെ ദിവസം നിരാഹാര സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 4 ഉദ്യോഗാർത്ഥികളാണ് നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ന് 2ാം ദിവസം പിന്നിടുകയാണ്. ഈ ഭരണകേന്ദ്രത്തിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ടോ? പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രതീക്ഷ ഉണ്ട് ഞങ്ങൾക്ക്. ഓരോ ദിവസം കൂടുന്തോറും ലിസ്റ്റിന്റെ കാലാവധി കുറഞ്ഞു വരികയാണല്ലോ. അതെ, ഇനി വർക്കിംഗ് ഡേയ്സ് വെറും 11 ദിവസമേ ഉള്ളൂ. ബാക്കി മുടക്കുകളാണ്. അപ്പം ഈ ദിവസങ്ങളിൽ ഒരു ചെറിയൊരു ചർച്ചയ്ക്ക് വിളിക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ ഈ ഒരു ശ്രമങ്ങളെല്ലാം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ യുവജന സംഘടനകളോ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും രംഗത്ത് വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ആരും സമീപിച്ചിട്ടില്ല. നിങ്ങൾ അവരെ പോയി എങ്ങാനും കണ്ടിരുന്നു? എല്ലാവരോടും നമ്മളോട് പറ്റണ പോലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിപ്പോൾ സെക്രട്ടേറിയറ്റ് ആണെങ്കിലും MLA-മാർക്കാണെങ്കിലും എല്ലാവരോടും. ഒന്നും ഫലത്തിൽ വരാണ്ടായപ്പോഴാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഈ നിങ്ങൾ ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന് ഉള്ളിലേക്ക് നിങ്ങളുടെ ആവശ്യം ഉന്നയിച്ച് നിരവധി തവണ പോയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ധനസ്ഥിതി മോശമാണ്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, അവർ പറഞ്ഞിരുന്നത് നിലവിൽ തസ്തികകളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. കാരണം എല്ലാ വർഷവും വരുന്ന തസ്തികൾ പോലും ഇല്ല എന്ന് പറയുമ്പോൾ കേരള ബജറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കേരള സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്തു എന്നാണല്ലോ പറഞ്ഞിരുന്നത്. എന്നിട്ട് ഞങ്ങളുടെ വേക്കൻസി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരവില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് വരാൻ കാരണം. അപ്പോൾ ഈ വീട് വിട്ടൊക്കെ തിരുവനന്തപുരത്ത് സമരത്തിനായി എത്തിയിരിക്കുകയാണ്. ഈ വീട്ടിലുള്ള സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എല്ലാവരുടെ വീട്ടിലും ഈ ഒരു ജോലി സ്വപ്നം കണ്ടിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പം ഇത് കിട്ടില്ല എന്ന് കാണുമ്പോൾ നമുക്ക് വേറെ നിവൃത്തിയില്ല. എല്ലാവരും ഇട്ടിട്ടാണ് ഈ 14 ജില്ലയിൽ നിന്ന് മക്കളെയും അമ്മേനെയും അച്ഛനും ഒക്കെ ഇട്ടിട്ടാണ് ഇവിടെ വന്ന് നിരാഹാരം കിടക്കുന്നത്. മക്കളുണ്ടോ? എനിക്ക് 3 കുട്ടികളുണ്ട്. അതെ അതെ അതെ. എത്ര വർഷത്തെ കഷ്ടപ്പാടാണ് ഇത്? 2022 ഈ ലിസ്റ്റ് വന്നത്. അപ്പോൾ 3 വർഷത്തെ കഠിനാധ്വാനാണ് ഞങ്ങളുടെ ഈ ലിസ്റ്റ്. അപ്പോൾ അതങ്ങനെ ഇട്ടിട്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റൂല. ഞങ്ങൾക്ക് മാക്സിമം ഒഴിവുകൾ വേണം. അതാണ് ഞങ്ങൾ സർക്കാരിനോടും ചോദിക്കുന്നത്. ഈ ഒരു ജോലി മാത്രമാണോ പ്രതീക്ഷിച്ചിരുന്നത്? അതെ, ഞങ്ങളിൽ പലരും 30 വയസ്സ് കഴിഞ്ഞവരാ, ഏജ് ഓവറാണ്. ബാക്കിയുള്ള ലിസ്റ്റിലെ പോലെയല്ല, ഇതിന് ഏജ് മാനദണ്ഡമാണ്. അപ്പം ഞങ്ങൾക്ക് ഇതിനില്ലെങ്കിൽ ഇതിന് ഞങ്ങൾക്ക് കിട്ടൂല. 19-നാണ് അല്ലേ ഈ ലിസ്റ്റിന്റെ കാലാവധി? 19-ന് അതെ, 19-ന്. എന്തായാലും ഈ ലിസ്റ്റിന്റെ കാലാവധി 19-ാം തീയതി അർദ്ധരാത്രിയോടുകൂടി അവസാനിക്കും. ഈ അവസാനിക്കുന്നതിന് മുൻപ് ഇവർക്ക് നിയമനം നൽകണം എന്ന് തന്നെയാണ് ഇവർ ആവശ്യം ഉന്നയിക്കുന്നത്. ഇന്ന് 2ാം ദിവസം സമരം കടുപ്പിച്ചുകൊണ്ട് തന്നെ മുദ്രാവാക്യത്തിൽ സ്വരച്ചേർച്ചയെല്ലാം ഉണ്ട്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഇവർ സമരവുമായി രംഗത്ത് വന്നത്. നിരവധി ഉദ്യോഗാർത്ഥികളാണ്. കാരണം നമുക്ക് ഈ കാഴ്ചകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിൻ്റെ അവസ്ഥ. കാരണം PSC പരീക്ഷ പഠിച്ച് എഴുതിയിട്ട് എന്ത് കാര്യം എന്നുള്ള ചോദ്യമാണ് ഈ ഉദ്യോഗാർത്ഥികളുടെ സമരത്തിലൂടെ നമുക്ക് വ്യക്തമാകാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ ഗതികെട്ട ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഉദ്യോഗാർത്ഥികൾ കടന്നു പോകുന്നത്. കാരണം ഈ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഈ ഈസ്റ്ററിന് മുൻപെങ്കിലും ഇവരെ ചർച്ചയ്ക്ക് വിളിച്ച് ഇവർക്ക് ജോലി നൽകണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത്. ഉദ്യോഗാർത്ഥികളായ ഹനീന, ബിനുസ്മിത, നിമിഷ എന്നിവരാണ് രാപ്പകൽ നിരാഹാരം അനുഷ്ഠിക്കുന്നത്.
70ഓളം ഉദ്യോഗാർത്ഥികളാണ് സമരത്തിന് നിലവിലെത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇവർ നിരാഹാരത്തിലേക്ക് കടക്കും എന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കുന്നത്. മുൻ വർഷങ്ങളിൽ പുരുഷ പോലീസ് റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളും സമരം ചെയ്തിരുന്നു. 19-നാണ് വനിതാ CPO റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നത്. 967 പേർ ഉൾപ്പെടുന്ന വനിതാ CPO റാങ്ക് ലിസ്റ്റിൽ 259 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചിരിക്കുന്നത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും ഫലമുണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കുന്നത്. നിരവധി രാഷ്ട്രീയ കക്ഷികളെയും നേതാക്കളെയും സെക്രട്ടേറിയറ്റിലും മന്ത്രിമാരെയും MLA-മാരെയും എല്ലാം തന്നെ കണ്ടിട്ടും യാതൊരുവിധ പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കുന്നത്. ഇക്കഴിഞ്ഞ വർഷവും CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ട 13,000-ൽ പരം ഉദ്യോഗാർത്ഥികൾ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരമുറ കടുപ്പിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ആ ഒരു സമരത്തിന് വിജയം കാണുവാൻ സാധിച്ചില്ല. ഇതിന് പിന്നാലെയാണ് CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ട വനിതാ ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ സമരമുറയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ജോലി തരൂ സർക്കാരെ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അവർ കരയുകയാണ്, ഉള്ളിൽ വിങ്ങിപ്പൊട്ടിക്കൊണ്ട്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.